ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊക്കെ ക്രിസ്മസിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും സെലിബ്രേഷൻസും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഓഫീസിൽ വേണോ ആദ്യത്തെ സെലിബ്രേഷൻ, അതോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വേണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണിത്. മാത്രമല്ല ഇന്നലെ ഒരു വളരെ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാനും ആവേഴ്സ് മുമ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫുട്ബോൾ മാച്ചിൽ ഇന്ത്യയിൽ തന്നെ കൊൽക്കത്തയും കേരളയും തമ്മിലുള്ള ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ട് മലയാളികളെല്ലാവരും ശ്വാസമടക്കി പിടിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അവസാനം ഒരു ലക്കിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസിനാണ് കൊൽക്കത്തയ്ക്ക് കപ്പ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇത്ര ഒരു വലിയ സംഭവം ഉണ്ടായിട്ടും നമ്മൾ മലയാളികൾക്ക് ആ കപ്പ് എന്തുകൊണ്ടാണ് നഷ്ടമായത് എന്ന് ആലോചിച്ച് തലപുകഞ്ഞും സങ്കടപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന കുറേ മലയാളികൾ ലോകത്ത് അങ്ങും ഇങ്ങും എങ്ങുമായി ചിതറിക്കിടക്കുമ്പോൾ എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ, അല്പം കൂടി ഒന്ന് ഇഷ്ടമാക്കുവാൻ വേണ്ടി എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ ഞാൻ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിരുന്നു നമ്മുടെ ലാലേട്ടനെ കണ്ടിങ്ങനെ സന്തോഷിക്കുകയായിരുന്നു. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ പുതിയ ലാലേട്ടൻ ചിത്രത്തിൽ നിന്നുള്ള നല്ലൊരു സോങ് ആയിരുന്നു അത്. എനിക്ക് പക്ഷേ ഈ ഒരു സോങ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയായിരുന്നു, ഒപ്പം എന്ന് പറഞ്ഞ ചിത്രത്തിലും ഇതുപോലെ തന്നെ ഒരു കായലിലൂടെ ലാലേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ലാലേട്ടൻ പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലൊക്കെ അങ്ങനെയാണ്. നമ്മൾക്ക് പരിചയമുള്ള ഒരാൾ, നമ്മൾ ദിവസേന കാണുന്ന ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് എപ്പോഴും തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്ററിലേക്ക് കിടക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതാണ് നമ്മുടെ മാജിക് നമ്പർ. ഈ നമ്പറിലേക്ക് കോൾ ചെയ്തോളൂ. നമുക്ക് വിശേഷങ്ങൾ അല്ലാതെയും പങ്കുവയ്ക്കാം. Dear American Cafe, Merry Christmas. How's your Christmas preparations? Everything going on pretty good. It's all about decorations and pastries and parties and sweet things for us, but there is a deep feeling and much meaningful moment of love and sacrifice. I used to go to church for all those 25 days when I was a school kid. I can still remember the morning mist and church bells ringing with our rush to go to school after that. It was so much awaited and loved in those days, expecting the same warmth and happiness always. With lots of Christmas wishes, Sarah Tony, Texas. സേറ പറയുന്ന ഈ ഒരു മൊത്തം ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ക്രിസ്മസ് കാലത്തിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ പ്രിപ്പറേഷൻ. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് കാലത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കോൺവെൻറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കും. അതായത് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മൾ എന്താ പറയുക, അധികം സംസാരിക്കാൻ പാടില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്രിസ്മസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ല സോങ് കാണാം. അതിനുശേഷം തിരിച്ചെത്താം കൂടുതൽ ക്രിസ്മസ് വിശേഷങ്ങളുമായി. ഞാൻ ആൻ പാലി, നിങ്ങളോടൊപ്പം ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് നമ്മൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ലോകത്ത് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന എല്ലാ മലയാളികളെയും നമ്മൾ കൂട്ടിയിണക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്ന് സെലിബ്രേഷൻസ് ആണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ക്രിസ്മസ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജാതി മത വ്യത്യാസം ഒന്നുമില്ല. എല്ലാ സെലിബ്രേഷൻസും നമുക്ക് സ്നേഹത്തോടു കൂടി ആഘോഷിക്കുവാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇന്ന ജാതിയിലുള്ള ആളാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളുടെ എന്താ പറയുക ഈ കൊച്ചു കേരളത്തിലല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കൂടി പറയുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹിന്ദുക്കളുടെ ആഘോഷമാണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും ഇതെല്ലാം ഒരേപോലെ എന്താ പറയുക ആഘോഷിക്കുവാനും മറ്റുള്ളവരുടെ സ്നേഹത്തിലും ഇതിലുമൊക്കെ പങ്കുചേരുവാനും നമുക്കൊരു പ്രത്യേക സ്കില്ലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എന്താ പറയുക, ഇപ്പോൾ കാർത്തിക വിളക്കും കാർത്തിക ദീപങ്ങൾ തെളിയിക്കുന്നു. അത് മാത്രമല്ല നമ്മളുടെ ഈ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു സീസൺ കൂടി ആകുമ്പോഴേക്കും കുറേ കുട്ടികൾ സ്കൂളിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് തന്നെ അതിൻ്റെ അകത്ത് ഈ പുഴുക്കെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരിക്കും. അതായത് ചേമ്പ്, കാച്ചിൽ, ചേന ഇതൊക്കെ ഇട്ടുള്ള ഒരു പ്രത്യേകതരം കറി. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പം സാധാരണ ക്ലാസ്സിലുള്ള ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിലും അവർക്കും ആ സമയത്ത് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇതെടുത്ത് എല്ലാവരും കഴിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ തന്നെ
നമ്മളിപ്പോൾ പറയുന്ന പോലെ എസ്പെഷ്യലി കോൺവെന്റ് സ്കൂളിലാണെങ്കിൽ ആ ഒരു 25 ഡേയ്സ് നമ്മളായിട്ട് എന്താ പറയുക വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സമയം കൂടെയാണ്. ഓരോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. ഇന്ന ദിവസം ഇത്ര തവണ പ്രാർത്ഥിക്കണം, ഇത്ര തവണ എന്താ പറയുക ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് ചെയ്യരുത് എന്ന് വെക്കണം, കുറച്ചധികം സമയം ഉറങ്ങാതെ ഇരുന്നുകൊണ്ട് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ചൊല്ലണം, ആ പള്ളിയിൽ പോകണം, ദിവസവും രാവിലെ എണീറ്റിരുന്ന് കുറേ ചെയ്യുവാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എല്ലാം നോക്കിയിട്ടാണ് ഏറ്റവും അവസാനം ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, ഉണ്ണീശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി എന്ന് പറഞ്ഞൊരു ലക്കി ഡിപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ പേര് വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ ഈ ലക്കി ഡിപ്പിൽ ഇതെല്ലാം എന്താ പറയുക ഭാഗ്യത്തിന് സമ്മാനം കിട്ടുന്ന ആളെന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യാത്ത ഒരാളായിരിക്കും. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊന്നും ബോധേഡായിട്ട് നടക്കാത്ത ഒരാൾക്കായിരിക്കും ഇതൊക്കെ കിട്ടുന്നത്. കൃത്യമായി ഇത് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്ക് പലപ്പോഴും ഇത് കിട്ടണം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. രാവിലെ എണീറ്റ് പള്ളിയിൽ പോകുന്നതും അതിനുശേഷം തിരിച്ചു വരുന്നതും, ആ സമയത്ത് ക്രിസ്മസ് എക്സാംസ് ഉണ്ട്, അപ്പോൾ എക്സാംസിന് പഠിക്കാന്നുള്ളൊരു വലിയ കടമയുണ്ട്. അതിനിടയിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും സ്കൂളിലേക്കുള്ള ബാഗ് തൂക്കിയുള്ള ടെൻഷൻ പാച്ചിലും ഇതൊക്കെ നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെയുള്ള ചില ദിവസങ്ങളാണ്. പക്ഷെ ഇപ്പോഴൊക്കെ ക്രിസ്മസിന്റെ ഫീൽ മാറിയിട്ടുണ്ട്. മാത്രമല്ല ലോകത്ത് പല ഭാഗത്തായതുകൊണ്ട് പല രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നമ്മൾ മുൻകൈ എടുത്ത് തന്നെ നടത്താറുമുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഇത്തരം അവസരങ്ങളിലാണ് ഓരോ അസോസിയേഷൻസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് ഉഷാറാവുന്നത്. കാരോൾസും മറ്റു പരിപാടികളും ഒക്കെ ആയിട്ട് ഓരോരോ ഹൗസ് വിസിറ്റ്സും ഒക്കെ വന്ന് നമ്മൾ വീടുകളിൽ നിന്നുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് സ്ട്രോങ് നമ്മളുടെയൊക്കെ ഒരു സോഷ്യൽ സ്കിൽസ് ഒന്ന് വർദ്ധിപ്പിക്കുന്ന സമയം. എന്ത് തന്നെയായാലും ഇത്തരമൊരു നല്ല സീസണിൽ നിൽക്കുന്ന എല്ലാ മലയാളികൾക്കും കുറച്ചുകൂടെ നല്ല ഒരു സീസൺസ് ഗ്രീറ്റിംഗ്സ് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് കിടക്കാം. ഹോംസ് അമേരിക്കൻ കഫേയിൽ നല്ലൊരു സോങ് ആയിരുന്നു. അതിങ്ങനെ ആസ്വദിച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാത്ത ഒരു കോളുണ്ട്. ഹലോ ഹലോ അതെ കൈരളി ചാനലാണ്. അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ ആണ്. ആനാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ആരാണ് സംസാരിക്കുന്നത്? ജോർജ് ഡേവിഡ് അല്ലേ? ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, എന്ത് ചെയ്യുന്നു? ഓക്കെ, എത്ര വർഷമായി ജോലി ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്? നാട്ടിൽ എവിടെയാണ് സ്ഥലം? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്, മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നൊരു റൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തോൽപ്പിച്ച ആളാണല്ലേ? എനിക്ക് ഈ ശബ്ദവും ഈ പേരും കേട്ടപ്പോൾ എന്നെ എവിടെയോ പേടിപ്പിച്ചിട്ടുള്ള ഒരാളാണല്ലോ എന്നൊരു തോന്നലുണ്ടായി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മത്സരം വെച്ചാലോ? എന്റെ മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ 21-ന്. മോളുടെ കുട്ടിയുടെ പേരെന്താണെന്ന് പറഞ്ഞോളൂ. ഓക്കെ, എത്ര വയസ്സായി കുഞ്ഞുമാവിക്ക്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോ 6 years അല്ലെ 7 years ആയോ? അത്രേ ഉള്ളൂ. അത് ചെറിയ കുട്ടി തന്നെയാണ്. നമുക്ക് അവരൊക്കെ ചെറിയ കുട്ടിയാണ് കാണുമ്പോഴേക്കും. കുറേ വിശേഷങ്ങളും എന്താ പറയാ നിറയെ ഇരുന്ന് സംസാരിക്കാൻ നമ്മളുടെ കൂടെ ഏറ്റവും നന്നായിട്ട് കമ്പനി തരാൻ പറ്റുന്ന ഒരു പ്രായമാണിത്. 6 to 10 എന്ന് പറയുന്ന ഒരു ഏജ്. അവർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ബർത്ത്ഡേക്ക് എന്തെങ്കിലും പാർട്ടി തീം വേണം എന്നൊക്കെ പറയാറുണ്ടോ? അതാണ് മുൻപൊക്കെ എന്ന് പറയുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അവര് തന്നെ വളരെ ചൂസ് ചെയ്യാണ്, വളരെ സ്പെസിഫിക് ആണ്. എന്ത് വേണം എന്ന് അവര് തന്നെ നേരത്തെ പറയും അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ഗിഫ്റ്റ് ആണ് മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? സർപ്രൈസ് ആണോ? ഓ, അങ്ങനെയുള്ളൊരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? നമ്മുടെ ചെറിയ ആൾക്ക് അയാളെ കൊണ്ട് പുറത്തു പോകുന്നതാണോ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണോ ഇഷ്ടം? വീട്ടിൽ ഇരുന്ന് തന്നെ TV കാണാനാണോ ഇഷ്ടം? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒപ്പം നടക്കും അല്ലേ?
ആണല്ലേ? ഓക്കെ. ഇയാള് വന്നതിന് ശേഷമേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവ, എന്താ പറയാ, ഒരു ചെറിയ കുട്ടി ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം വ്യത്യാസം അങ്കിളിന് എന്താ തോന്നിയിട്ടുള്ളത് ശരിക്കും ലൈഫില്? ഒരു സന്തോഷം, ഒരു തലമുറ അപ്പൂപ്പാന്ന് വിളിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഓക്കെ. അല്ല, ഈ അപ്പൂപ്പാന്ന് ഞാൻ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചേട്ടോ. അപ്പൂപ്പാന്ന് വിളിച്ച് കേട്ടപ്പോഴാണോ കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത്, അച്ഛാന്ന് വിളിച്ച് കേട്ടപ്പോഴാണോ? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഗ്രാൻഡ് പേരൻസിനെ നോക്കുമ്പോഴേ അവര് ഭയങ്കരമായിട്ട് പാഷിലാണ് കുട്ടികളുടെ കാര്യം വരുമ്പം. ചെറിയ മക്കളെ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോ തന്നെ അവർക്ക് എന്താ പറയാ, അവർക്ക് അവരുടെ മക്കളെക്കാളും സ്നേഹമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നല്ലേ? നമ്മളുടെ ഒരു വാത്സല്യം, മേ ബി നമ്മളുടെ പല തിരക്കുകളും കൊണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയം പോലും റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക സന്തോഷം അല്ലേ? നല്ല കാര്യം. അതാണ് പൊതുവെ ഗ്രാൻഡ് പേരൻസ് ഉള്ള കുട്ടികൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. അപ്പൊ ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കാണ്, ഒരു മലയാളം പാട്ട് പാടാനുള്ള ചാൻസ് ഉണ്ടോ അങ്കിൾ? ഞാനല്ല. ഞാൻ മലയാളത്തില് ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ എഴുതാറുണ്ട് മലയാളത്തില്. ഓക്കെ. ഏതെങ്കിലും ഒരു നല്ല ക്രിസ്ത്യൻ പാട്ടിൽ ഒരു 2-3 ലൈൻ പാടോ? എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ? പാടിക്കും. വാരത്തോൾ വളയുന്നോരേ യേശുവിന്റെ ജാരത്തിലെ വാരമെല്ലാം മാറിപ്പോ, വാരമെല്ലാം മാറിപ്പോ. നന്നായിട്ടുണ്ട്. ഞാനിവിടുന്ന് ക്ലാപ്പ് ചെയ്യുന്നത് കേൾക്കാൻ പറ്റുണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇത് തനിയെ എഴുതിയ സോങ് ആണ്? ഓക്കെ, നല്ലൊരു കാര്യം. എന്തായാലും വീട്ടിലിരിക്കുമ്പോ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ മ്യൂസിക് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇതിന്റെ മ്യൂസിക് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഓക്കെ. അപ്പം മലയാളത്തില് എന്താ പറയാ, ഈ ഒരു ഗാനശാഖയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണല്ലേ? ഓക്കെ. ആണോ? തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ലേ? അപ്പൊ അതൊക്കെ കൂടുതൽ അതിനെ പറ്റിയൊക്കെ പറയണം. പിന്നെ മാത്രല്ല, കുറെയൊക്കെ നല്ല നല്ല സോങ്സ് എഴുതി പറ്റുവാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പം സോങ്സ് പാടാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. എന്തായാലും പാടിയതിന് ഒരുപാട് താങ്ക്സ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് കാണാം നല്ലൊരു സോങ് ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് പകുതിയോളം സമയം നമ്മൾ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കുറേ ലേറ്റസ്റ്റ് വായിച്ചു കഴിഞ്ഞു, കുറച്ച് നല്ല സോങ്സ് കഴിഞ്ഞു, കുറേ പുതിയ മൂവിയിലെ സോങ് ഉണ്ടായിരുന്നു, കുറേ നമുക്ക് ഇഷ്ടമാവുന്ന സോങ്സ് ഉണ്ടായിരുന്നു. അടുത്ത ലെറ്ററിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചോളൂ. കൂടുതൽ വിശേഷങ്ങൾ അങ്ങനെ സംസാരിക്കാം. Hello, love your program and your playlist, dear Anne. We do have different shows here in our Malayali Association, but rarely can we see such events in our homeland. Here we all gather together for all celebrations like Onam, Vishu, Eid, Christmas and all. Our kids, Alan and Ashima, always tell that they want to talk to you on your show and sing the song from their favorite movie, Kattapanele, Hrithik Roshan, if you get your own phone. We watched the movie during our vacation 3 weeks before, and can you please play a tune for all our friends in San Francisco with loads of love and prayers, Joshua and Sophia Joshua. എന്താ പറയാ, പിള്ളേർക്ക് ഇഷ്ടമുള്ള മൂവി എന്ന് പറയുന്നതും പിള്ളേർ പാടാൻ ആഗ്രഹിക്കുന്ന മൂവി എന്ന് അല്ല സോങ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും അധികം ഈസിലി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അവർക്ക് എന്തെങ്കിലും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. എന്തായാലും കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ അതുപോലെ ഒരു മൂവി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോഷുവയും സോഫിയയും ചോദിച്ചതുപോലെ അവരുടെ കുട്ടികളായിട്ടുള്ള അലനും ആഷമിക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യണം ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലെ നെക്സ്റ്റ്
സോങ്. ഈ ഒരു മൂവിയുടെ ഈ ഒരു സോങ് കണ്ടിട്ട് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ച് മുൻപ് നമ്മൾ ഇതേപോലെ ഒരു കല്യാണ വീട്ടിലേക്ക് ഒരു നായകൻ കടന്നു ചെല്ലുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് അത് ദുൽഖർ ആയിരുന്നു. ദുൽഖറിനെ കാത്തല്ല, അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ നായിക നസ്രിയായിരുന്നു. അതേപോലെ ഈ ഒരു മൂവിയിലും എന്താ പറയുക, എല്ലാവരും ആഘോഷിച്ച ഒരു കല്യാണത്തിന്റെ തലേന്നുള്ള ബഹളമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഓട്ടോയിൽ നിന്നും ഒരു നായകൻ ഇറങ്ങി വരുന്നു. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊക്കെ ഉദ്വേഗം തരുന്ന ചില നിമിഷങ്ങളാണ്. ഇതൊരു എന്താ പറയുക, ലോകത്തൊക്കെ ഉള്ള കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ മലയാള മൂവീസിലും ഇന്ത്യൻ മൂവീസിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കല്യാണത്തിന്റെ തലേന്ന്, അതായത് ഒരു പെൺകുട്ടി, അയാൾ ഇഷ്ടമുള്ള പെൺകുട്ടി ആയിക്കോട്ടെ, കല്യാണത്തിന്റെ തലേന്ന് അവരുടെ വീട്ടിലേക്ക് ചെന്നിറങ്ങുന്ന നായകൻ എപ്പോഴും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും. അവർക്ക് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വാക്കുകൾ ഇങ്ങനെ വിതുമ്പി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും പലപ്പോഴും ഇവർ ചെന്നെത്തുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിലുള്ള ജയറാം, അതുപോലെ ഒരുപാട് സിനിമയിലെ എക്സാമ്പിൾസ് നമുക്ക് പറയാനുണ്ട്. ഇതുപോലെ കല്യാണ തലേന്ന് ചെന്നിട്ടുള്ള എന്താ പറയുക, അവരുടെ ഡയലോഗും അവർ പറയാൻ പോകുന്ന കാര്യങ്ങളും അവരുടെ ഇമോഷൻസ് ഒക്കെ കൂടെ തിരതള്ളി വരുന്ന ഒരു സമയം അതാണെന്ന്. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കല്യാണ തലേന്ന് ഒരു ചെക്കൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി ചെല്ലുന്നത്, അല്ലെങ്കിൽ അയാളുടെ പഴയ ഒരു ഗേൾ ഫ്രണ്ട് കയറി ചെല്ലുന്ന ഒരു സീൻ നമ്മുടെ മൂവീസിലൊന്നും ഇല്ലാത്തത്, നമ്മുടെ സോങ്സിലൊന്നും ഇല്ലാത്തത്? അതൊരു എന്താ പറയുക, ഒരു ഫുഡ് ഫോർ തോട്ട് അല്ലേ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ടാണ് അതില്ലാത്തതെന്ന്. ബിക്കോസ് നമ്മൾ പെൺകുട്ടികളെ ആരെയും കല്യാണം തലേന്ന് ചെന്നിട്ട് കൺഫ്യൂസ്ഡ് ആക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. കുറേ കാലം സ്ത്രീകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കേൾക്കുന്നില്ല കേട്ടാലും അറിഞ്ഞില്ല ഒക്കെ ഭാവിക്കാൻ ബോയ് ഫ്രണ്ട്സിന് പലപ്പോഴും കഴിയും. പക്ഷേ ഇതെല്ലാം കൂടെ ശരി, ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം, വിതൗട്ട് യു വി ഹാവ് ഗ്രോൺ അപ്പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞ് ഇഫ് ദ ഗേൾ ഈസ് ടേക്കിംഗ് സം ഡിസിഷൻ, അവരുടെ കല്യാണം വരുന്നുണ്ട് എന്ന സമയം വരുമ്പോൾ മാത്രമാണ് ആൺകുട്ടിക്ക് പലപ്പോഴും അവരെന്താണ് മിസ് ചെയ്തത് എന്ന് തോന്നുന്നത്. എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇതിലും സത്യം. ലൈഫിൽ എന്താണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പോയിന്റിൽ അത് നമ്മൾക്ക് മിസ്സാവണം, എങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ എന്ന്. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരു പോസിറ്റീവ് നോട്ടാണ്. ഇതൊക്കെ ലൈഫിന് ഓരോരോ സ്റ്റേജാണ്. ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ടും അടുത്തതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രോസസ്സിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നമ്മുടെ കൂടെ അപ്പോൾ ഉണ്ടാവില്ല. ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുന്നത് അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ അവരുടെ ഒരു പേർപ്പസ് കഴിഞ്ഞു. അവരെന്താണോ നമ്മുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്, അത് സങ്കടമാണെങ്കിൽ അങ്ങനെ, കുറേ ചിരികളാണെങ്കിൽ അങ്ങനെ, കുറേ നല്ല മെമ്മറീസ് ആണെങ്കിൽ അങ്ങനെ, അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. അടുത്ത ഫ്രണ്ട്ഷിപ്പ്, അവരുടെ അടുത്ത ലോകം, അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് അവർ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അവരെന്നോട് മിണ്ടുന്നില്ലാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തത് എന്നൊക്കെ ആലോചിച്ച് FBയിലും മെസ്സേജും അയച്ച്, വാട്സപ്പിലും മെസ്സേജ് അയച്ച്, ഇതിന് റിപ്ലൈ വരുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മുടെ നെക്സ്റ്റ് സോങ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. അറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചെത്തുമ്പോൾ നമ്മളോട് പറയുവാൻ കുറേയധികം വിശേഷങ്ങളുമായിട്ട് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്പം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. അതായത് ഒരു വിവാഹ തലേന്ന് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പുരുഷൻ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട്, അവളുടെ ഗേൾ ഫ്രണ്ടിന്റെ കല്യാണ തലേന്നാണെങ്കിൽ പ്രത്യേകിച്ചും ചെല്ലുന്നത് വളരെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ചെല്ലുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ അങ്ങനെ ആൺകുട്ടികളുടെ വീട്ടിൽ അവരുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലും പർട്ടിക്കുലർ ബോയ് ഫ്രണ്ട് ആണെങ്കിലും കല്യാണ തലേന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം, ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എന്തുകൊണ്ട് കയറി ചെല്ലുന്നില്ല? ബിക്കോസ് വി വാല്യൂ അവർ ഇമോഷൻസ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രൊഡ്യൂസർ ധനീഷ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഒരു സിനിമയിൽ ഉണ്ട് എന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ പേരാണ് വെട്ടം. വെട്ടത്തിൽ നമ്മുടെ നായകനെ തിരിഞ്ഞു പോവുകയാണ്. നായകന്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞതിന് ശേഷം അങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു കഥയാണ് വെട്ടത്തിലുള്ളത്. ആക്ച്വലി അതിൻ്റെ ഒറിജിനൽ മൂവി എന്ന് പറയുന്നത് ഫ്രഞ്ച് കിസ് എന്ന് പറയുന്നത് 1995 ഉണ്ടായിട്ടുള്ള മെഗ് റയൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ആൾ പെട്ടെന്നൊരു ദിവസം വാനിഷ് ആയിട്ട് അയാളുടെ കല്യാണവും ഉറപ്പിച്ചു, അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു എന്നറിയുമ്പോൾ അതുവരെയുള്ള സകല പ്ലാൻസും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വേവലാതിയും വെപ്രാളവും ദുഃഖവും സങ്കടവും ഒക്കെ കാണിക്കുന്ന ഒരു മൂവിയാണ് അത്. അപ്പോൾ എന്തായാലും ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ അവളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് പിന്നീട് മൂവ് ചെയ്യുകയും ചില
ചില റിയാലിറ്റീസ് അവർ മനസ്സിലാക്കുകയും തനിക്ക് റെലവെന്റ് അല്ല എന്ന് തോന്നുന്ന തനിക്ക് തീരെ റെലവൻസ് ഇല്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും എത്ര ദുഃഖിതയാണെങ്കിലും എത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോരണം എന്നൊരു നല്ല സന്ദേശം നമ്മൾക്ക് നൽകുന്ന ഒരു മൂവിയായിരുന്നു അത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊക്കെ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ വേറൊരാളുടെ ലൈഫിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ തോന്നുന്ന ചില സമയങ്ങളുണ്ടായിരിക്കും. ബിക്കോസ് അവർ നമുക്ക് ബണ്ടിൽ ഓഫ് മെസ്സേജസ് ആയിരിക്കും, ഓരോ മിനിറ്റ് വെച്ചിട്ടായിരിക്കും. കഴിച്ചോടാ, നീ പോയില്ലേടാ, ഉറങ്ങിയില്ലേടാ, പഠിച്ചോടാ, മടുത്തോടാ എന്ന് പറഞ്ഞുള്ള പുന്നര മെസ്സേജസ് അയച്ചുകൊണ്ട് നമ്മളെയൊക്കെ വളരെ എന്താ പറയുക, നമ്മുടെ ഹൃദയമൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന കുറേ സമയമുണ്ടായിരിക്കും. അതേപോലെ തന്നെ രാത്രി ഫുൾ ഫോൺ കോൾ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇനിയും പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴെങ്കിലുമായി മാത്രം ഫോൺ കോൾസ് വഴി ഒതുങ്ങുകയും ഓരോ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ മാത്രം വിഷ് ചെയ്യുന്ന രീതിയിലേക്ക് മെസ്സേജസ് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കും ലൈഫ് പോവാറുണ്ട്. നമ്മളൊക്കെ പറയാറില്ലേ, സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും നല്ലതിന് വേണ്ടി മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്ര കാലവും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു റോങ് പേഴ്സണിന് വേണ്ടിയിട്ടാണല്ലോ, നമ്മുടെ ടൈം വെറുതെ സ്പെയർ ചെയ്ത് കളഞ്ഞത് ഒരു റോങ് പേഴ്സണിന് വേണ്ടിയിട്ടാണല്ലോ എന്നും. ബട്ട് ഡോണ്ട് വറി, ഇത്തരം ചില തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് റൈറ്റ് പേഴ്സൺ വരുമ്പോൾ അവരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാനും അക്നോളജ് ചെയ്യുവാനും ഒക്കെ പറ്റുകയുള്ളൂ എന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നമ്മൾ കാണുവാൻ പോകുന്നത് ഒരു നല്ല സോങ് ആണ്. അതിനുശേഷം വേഗം തിരിച്ചെത്തു. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെക്സ്റ്റ് ചെയ്യും, മെസ്സേജസ് ചെയ്യും, മെയിൽ ചെയ്യും. പക്ഷേ ദ റിയൽ ടോക്ക്, ഫേസ് ടു ഫേസ് ടോക്ക് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫേസ് ടു ഫേസ് ടോക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ശരിക്കുമുള്ള കോൺവെർസേഷന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പറയുന്നത് ഞാനല്ല, പ്രസിദ്ധനായ എഴുത്തുകാരൻ പൗലോ കോയിലോ ആണ്. അപ്പോൾ പൗലോ കോയിലോ പറഞ്ഞതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആകാം. കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് ഈ നെറ്റ്, TV അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നുമൊക്കെ മാറി കൊണ്ട് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇടയ്ക്കല്ല കേട്ടോ, അല്ലെങ്കിലും കുറച്ച് അതിനൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഇത്തരം നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഡിന്നർ ടൈം, നമ്മുടെ ഫാമിലി ടൈം, ഫ്രണ്ട്ഷിപ്പ് ടൈം ഒക്കെ കുറച്ചുകൂടെ ഊഷ്മളമാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാൻ സമയമായി. എല്ലാവർക്കും മനോഹരമായ ഒരു വീക്കാണ് ആശംസിക്കുന്നത്. വീണ്ടും കാണാം. അടുത്ത ആഴ്ച യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.